എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ഡിസംബർ 2025 എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. Hierophant, 6 of Swords, 9 of Wands, 9 of Cups, 8 of Wands, Queen of Cups. ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹൈറോഫന്റ് എനർജിയാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ചധികം എന്താ പറയുക ഭക്തിമാർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയതയിലേക്കൊക്കെ കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സമയം എന്ന് പറയും. നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ച് ഒരു ആത്മീയ ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടാവും. അത് ഒരുപക്ഷെ ഒരു ആത്മീയ ഗുരു ആവാം, അതല്ല എങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലെവൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സംസാരിക്കുന്ന, നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻലൈറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചില ആളുകൾ യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ ചെല്ലുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ കുറച്ച് വളരെയധികം സൗമ്യശീലരായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ ബോസ് ആരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, അവരിലൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങളിലുള്ളൊരു മാറ്റമാണ് നിങ്ങൾ പല കാര്യങ്ങളെയും നോക്കിക്കാണുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ആളുകൾ അവരുടെ സംസാരം, അവരുടെ രീതികളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. മറിച്ച് അതിനൊന്നും ഊന്നൽ കൊടുക്കാതെ, അതിന് മുഖവിലേക്ക് എടുക്കാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് കൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല ഒരു പരിധി വരെയുള്ള സാഹചര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെ സൗമ്യതയോടും ശാന്തതയോടും കൂടിയിട്ട് സമീപിക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാം. എന്ന് വെച്ചിട്ട് ആരെങ്കിലും അവരുടെ പവർ അബ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനത്തായതുകൊണ്ട് മറ്റുള്ളവരെ വേറെ രീതി കാണുന്ന, അതിന് നിന്നു കൊടുക്കുകയും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം ആണ്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടിടത്ത് സംസാരിക്കുക, വേണ്ടാത്തടത്ത് ചില കാര്യങ്ങൾ വിട്ട് കളയേണ്ടത് വിട്ട് കളയാം. പക്ഷേ എന്തൊക്കെയാണ് വിട്ട് കളയേണ്ടാത്തത്, എവിടെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യുന്നു എന്നൊരു സാഹചര്യമാണ്. 6 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർ, കുറച്ച് നാളായിട്ട് ശ്രമിച്ചു ഇതുവരെ ഒന്നും റെഡി ആവാത്തവരാണെങ്കിൽ അവർക്ക് വിദേശത്ത് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതേപോലെ വിദ്യാഭ്യാസത്തിനും കൂടാതെ മറ്റ് പഠിത്തമല്ലാതെ ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോകുന്നത്, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നവരൊക്കെ, അങ്ങനെയുള്ളവർക്കും അതിനുള്ളൊരു അവസരവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ആഗ്രഹിച്ച പോലെ സന്തോഷത്തോട് കൂടിയിട്ട് ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ജീവിതം ഏത് രീതിയിൽ, എങ്ങനെയാണ് ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് തന്നെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു തൃപ്തിയും സാഹചര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലുള്ളൊരു തൃപ്തിയും കാര്യങ്ങളും ലഭിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ജോലി അല്ലാതെ ബിസിനസ്സിലേക്ക് ചിലപ്പോൾ ആവാം. നിങ്ങളിപ്പോൾ ജോലി നിർത്തി സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ളൊരു ഗ്രോത്ത്, ജീവിതത്തിൽ മുന്നേറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് മേഖലയിലാകും നിങ്ങൾ ഈ ഒരു മുന്നേറ്റം ആഗ്രഹിക്കുന്ന ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. സോ ആ ഒരു എനർജി, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ 6 of Swords എനർജി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ
വളരെയധികം ഒരു ചേഞ്ച്, ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പറിച്ചു നടലാവാം ചിലപ്പോൾ നിങ്ങൾ ഒരിടത്ത് മറ്റൊരിടത്തേക്കല്ല പറിച്ചു നടൽ. അത് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും ഒത്തിരി സപ്പോർട്ട് സിസ്റ്റം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് 9 ഓഫ് വൺസ് എനർജിയാണ്. അപ്പം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു, നിങ്ങൾ പല കാര്യങ്ങളും ശ്രമിക്കുന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട്, അതോടൊപ്പം തന്നെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട്, അതായത് ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ള രീതിയിലും ചുറ്റുപാടുള്ള വ്യക്തികൾ നല്ല രീതിയിൽ സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് ചുറ്റിനും നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തിൽ നിന്നെങ്കിൽ കഴിഞ്ഞൊരു സമയത്ത് നിന്ന് പുതിയൊരിടത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യമായിരിക്കില്ല. അതിപ്പോൾ വിദേശത്തേക്ക് ചേക്കേറി പാർക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മാറ്റം, വീട് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇടത്തേക്ക് പോകുന്നതോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ആളുകളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു, കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നു, ചുറ്റുമുള്ള ആളുകളെ വിശ്വസിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. യു ബീങ് ട്രാപ്ഡ് ബൈ യുവർ ഓൺ ബൗണ്ടറീസ് എന്ന് നമ്മൾ പറയില്ല, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ. നിങ്ങളുടേതായിട്ടുള്ളൊരു ബൗണ്ടറിയിൽ ജീവിച്ചിരുന്നു എന്ന് വെച്ചിട്ട് ഒരു കാര്യത്തിനൊരു എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും കയറി ഇറങ്ങാമെന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ആളുകളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തുറന്ന പുസ്തകം എന്നുള്ള രീതിയിലാകണം എന്നുള്ളതല്ല. ബൗണ്ടറി വെക്കേണ്ടുന്നത് എവിടെയാണ്, എപ്പോഴാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. എന്നാൽ തുറന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ, സൗഹൃദങ്ങളൊക്കെ, നല്ല രീതിയിലുള്ള സുഹൃത്തുക്കൾ, ഈ ലോകത്തിൽ നല്ല സൗഹൃദങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഒരു ഓവർലി ഡിഫെൻസീവ് ആകുന്നില്ല. പക്ഷേ അതേസമയം എവിടെയാണ് ഒരു അതിർരേഖ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു ബൗണ്ടറി വയ്ക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡ്രീം കം ട്രൂ ആണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് നേടിത്തരുന്നു. അപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾക്ക് വളരെ വലിയൊരു കാര്യമായിരിക്കും, അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതും, നിങ്ങൾ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചതൊക്കെ ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്, പക്ഷെ അത് അതാണ് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. കാരണം നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങളുടേതായിരുന്നില്ല. പലപ്പോഴും അത് ചുറ്റുപാടും സമൂഹത്തിലുള്ള മറ്റാളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അത് തന്നെയാണ് നിങ്ങളുടെയും ആഗ്രഹം എന്നാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. അതേപോലെ 8 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. 8 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ഫാസ്റ്റ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചധികം നാളായിട്ട് പലതും പതുക്കെ ആമയെ പോലെ നീങ്ങുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്, ഫാസ്റ്റായിട്ടുള്ള ഒരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അതേപോലെ ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. എന്തെങ്കിലും ഗുഡ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇപ്പോൾ വിസ, വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ, എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനായിട്ട് കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ച്, ഇപ്പോൾ ഓഫർ ലെറ്റർ ആയിരിക്കാം ജോലി സംബന്ധമായിട്ട്, അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സ്പ്ലിറ്റ് സെക്കൻഡിലൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു, പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ വളരെ ഇൻസെക്യൂർ ആയിരുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ നിങ്ങളിലുള്ള എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു എന്നുള്ളത്. അതായത് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരുന്നത് മാറി നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നു, സെൽഫ് ലവ് എടുക്കുന്നു, നിങ്ങളുടെ ഇമോഷൻസ്, സപ്രസ് ചെയ്ത ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഇമോഷൻസൊക്കെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ
എങ്ങനെ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. തുറന്ന് പറയേണ്ടത് തുറന്ന് പറയുന്നു, മൂടി വയ്ക്കേണ്ടത് മൂടി വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.